ഈ തേങ്ങ ചിരവാനെ 2 മെഷീൻ വാങ്ങി വെച്ചേക്കണെങ്കിലും ഞാൻ എങ്ങനെയാണ് തേങ്ങ ചിരവാന്ന് അറിയണ്ടേ? അതെ, എന്നെ പോലുള്ള മടിയന്മാര് ചെയ്യുന്ന പണി ഉണ്ടല്ലോ, തേങ്ങ കത്തിയെടുക്കുക, പൂളുക, മിക്സിയിലിടുക, അടിക്കുക. ഇതിലും എളുപ്പപ്പണി വേറെ ഒന്നുമില്ല. അല്ലെങ്കിൽ പിന്നെ കുറേ തേങ്ങ ചിരവി വെക്കണം. അപ്പൊ പിന്നെ ഫ്രീസറിലേക്ക് വെക്കേണ്ടി വരും. അതിനുള്ള സ്പേസ് എന്റെ ഫ്രീസറിലും ഇല്ല. അറിയാലോ, കേക്കിന്റെ ക്രീം ആയിരിക്കും മൊത്തം. അപ്പൊ പിന്നെ ഈ പരിപാടി തന്നെ നടക്കുള്ളൂ. ഒന്നോ രണ്ടോ തേങ്ങ ചിരവാന് നമ്മുടെ മിക്സി തന്നെ ധാരാളം. അപ്പോൾ കുറച്ച് തേങ്ങ അതിൽ തന്നെ വെച്ചിട്ട് ഞാൻ രാവിലേക്കുള്ള കറിക്കുള്ള മസാല ഒന്ന് അരച്ച് വെക്കാണേ. തക്കാളിയും പച്ചമുളക് ഇട്ടിട്ടില്ല, തക്കാളിയും മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് അതൊന്ന് അരച്ച് വെച്ച് ഇത് നേരെ ഫ്രിഡ്ജിലേക്ക് കയറ്റും. രാവിലെ ചട്ടി എടുക്കും, അതിലേക്ക് ഒഴിക്കും, മീനിടും, അപ്പോൾ കറി റെഡിയാവും. ഇനി നമ്മളിത് വെള്ളപ്പത്തിനാണ് അരയ്ക്കാൻ പോണത്. ഈ അരി ഏകദേശം പുതർത്തി വെച്ചിട്ട് ഒരാഴ്ചയായി. നമ്മളന്ന് ഓട്ടട ഉണ്ടാക്കിയില്ലേനോ, അന്ന് പുതർത്തി വെച്ച അരിയാണ്. അത് അരയ്ക്കാൻ നോക്കുമ്പം ഒന്നുകിൽ തേങ്ങ ഉണ്ടാവില്ല. ഇനി തേങ്ങ ഉള്ള സമയത്താണെങ്കിൽ എനിക്കൊരു മൂഡും ഉണ്ടാവില്ല. അപ്പൊ പിന്നെ ഇന്നാണെങ്കിൽ തേങ്ങ ഇപ്പൊ നമ്മൾ മിക്സിയിൽ അടിച്ചതും ഉണ്ട്, അത്യാവശ്യം എനിക്ക് വലിയ കുഴപ്പമില്ലാത്ത ഒരു മൂഡും ഉണ്ട്. അപ്പൊ പിന്നെ ഞാനത് അടിച്ചെടുക്കാന്ന് വിചാരിച്ച് ഇതിന് ഒരു ഞാനൊരു കൈക്കണക്കാണ് ഇടാറ്. ഒരു 4 കൈ അരി ഇടുക, ഒരു 1.5 കൈക്ക് നമ്മുടെ ചോറിടുക, പിന്നെ ഇഷ്ടംപോലെ തേങ്ങ ഇടുക, എന്നിട്ട് അങ്ങോട്ട് കുറുങ്ങനെ അടിച്ചെടുക്കുക. അധികം വെള്ളം ഒഴിക്കാതെ അടിച്ചെടുക്കുക. അതും മേലെ ഇങ്ങനെ നമ്മൾ പതപതായിട്ട് വരുന്ന ആ ഒരു കൺസിസ്റ്റൻസി ആവുന്ന വരെ കേട്ടോ അടിക്കേണ്ടത്. അങ്ങനെ അടിച്ചാൽ വെള്ളപ്പൊക്കെ നല്ല ഉഷാറാവും. പിന്നെ കറക്റ്റ് അളവും മെഷർമെന്റും പറയാൻ എനിക്ക് അറിയാഞ്ഞിട്ടാണ്. അപ്പൊ പിന്നെ ഇങ്ങനൊക്കെ ചെയ്ത് നോക്കിയാൽ എന്താ പറയാ, അങ്ങോട്ട് നന്നാവും. അതന്നെ. ഇനി നമുക്ക് ആ പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കണം. അതിനു മുമ്പ് നമ്മൾ രാവിലെ കഴുകിയ പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ പാത്രങ്ങളൊക്കെ ഈ കൊട്ടേന്ന് അങ്ങോട്ട് മാറ്റണം. ഈ കൊട്ട അങ്ങനെ കാലിയൊക്കെ എടുക്കുമ്പോൾ നല്ല രസമല്ലേ കാണാന്. പക്ഷെ അത് അപ്പൊ തന്നെ നിറയും. അപ്പൊ തന്നെ ഇനി നമ്മൾ പാത്രം കഴുകിയിട്ട് അതിലേക്ക് തന്നെ അല്ലേ ഇടുക. ഞാൻ വെള്ളപ്പം അടിച്ചു കഴിഞ്ഞപ്പം അതൊക്കെ ഒന്ന് 2 പാത്രത്തിലേക്ക് ആക്കി വെച്ചേ. പിന്നെ പാത്രമൊക്കെ കഴുകി അതൊന്ന് അവിടുന്ന് മാറ്റി വെച്ച്. ഇതെന്തിനാ ഇങ്ങനെ മാറ്റി വെക്കണെന്ന് വെച്ചാൽ, കാരണം പറയാനാണെങ്കിൽ ഒരു നയനസുഖം ഇവിടെ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുമ്പം കാണുമ്പോൾ ആ ഒരു ഇതുണ്ടല്ലോ, അത്രേ ഉള്ളൂ. പിന്നെ ആ പാത്രത്തിലാക്കിയതൊക്കെ ഒന്ന് മൂടി വെച്ച് ഞാൻ വെറുതെ വെള്ളപ്പച്ചട്ടി എടുത്ത് നോക്കിയതാ. ഇതാണ് അവസ്ഥ. നമ്മളെ 1 മാസമായി അത് എടുത്തിട്ട്. അപ്പൊ പിന്നെ അതൊക്കെ നല്ലോണം കഴുകി തുടച്ച് കുറച്ച് ഓയിലൊക്കെ ഒഴിച്ച് ഒന്ന് സെറ്റാക്കി എടുത്ത്. അല്ലെങ്കിൽ പിന്നെ രാവിലെ ഇനിയിപ്പോ വെള്ളപ്പം കൊണ്ട് മലക്കം മറിയേണ്ടി വരും. അപ്പൊ പിന്നെ അതും സെറ്റായി. ഇനി നമ്മൾ വെള്ളപ്പച്ചട്ടി വെള്ളപ്പം അടിച്ച് വെച്ച മാവിന്റെ അടുത്തേക്ക് അങ്ങോട്ട് നീക്കി വെച്ച് അടുക്കളയും ക്ലോസ് ചെയ്ത് കിടക്കാം.